പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കല്പയാത്ര ഗുണഭോക്താക്കളുമായി ഉച്ചയ്ക്ക് 12:30 സംവദിക്കും. ഇന്ത്യയും സൌദി അറേബ്യയും ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രങ്ങളായ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ മെഗാ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ. ISROയുടെ ഗഗൻയാൻ ദൌത്യം അടുത്ത വർഷമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴാനിരിക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. കണ്ണൂരിനെ പിന്തള്ളി കോഴിക്കോട് മുന്നിൽ. ഇന്ത്യക്കെതിരായ രണ്ടാം വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കല്പയാത്ര ഗുണഭോക്താക്കളുമായി ഇന്ന് ഉച്ചയ്ക്ക് സംവദിക്കും. 12:30 വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ സംവദിക്കുന്ന പ്രധാനമന്ത്രി തുടർന്ന് സദസ്സിനെ അഭിസംബോധന ചെയ്യും. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാർ, MPമാർ, MLAമാർ, തദ്ദേശ ഭരണ പ്രതിനിധികൾ എന്നിവരും പരിപാടിയുടെ ഭാഗമാകും. കഴിഞ്ഞ നവംബർ 15-ന് വികസിത് ഭാരത് സങ്കല്പയാത്ര ആരംഭിച്ച ശേഷം രാജ്യത്തെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി പതിവായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഗവൺമെന്റിന്റെ മുൻനിര പദ്ധതികളുടെ പൂർണ്ണത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര. ഇതിനകം യാത്രയിൽ പങ്കെടുത്തവരുടെ എണ്ണം 10 കോടി കവിഞ്ഞു. വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് ഇന്നും നഗര ഗ്രാമീണ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങ്, കടയ്ക്കാവൂർ, കുറുവൻകോണം, ശാസ്തമംഗലം എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ പര്യടനം. കോട്ടയത്ത് ഇന്ന് തലയാഴം, വെച്ചൂർ ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. എറണാകുളം ജില്ലയിൽ രാവിലെ വാഴക്കുളം സൌത്തിലും ഉച്ചകഴിഞ്ഞ് ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിലും ആണ് പര്യടനം. കോഴിക്കോട്ട് കുന്നുമ്മൽ, കുറ്റ്യാടി പഞ്ചായത്തുകളിലും കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ മുത്താമ്പി, കുറുവങ്ങോട് എന്നിവിടങ്ങളിലും യാത്രയെത്തും. തെരുവോരങ്ങളിലും മറ്റും കച്ചവടം നടത്തുന്നവരെ സഹായിക്കാനായി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് PM സ്വനിധി. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആത്മനിർഭർ നിധി എന്ന പേരിലുള്ള ഈ വായ്പാ പദ്ധതി കോവിഡ് കാലത്താണ് ആരംഭിച്ചത്. നഗരപ്രദേശങ്ങളിലെ തെരുവോര കച്ചവടക്കാരും ലോട്ടറി വിൽപ്പനക്കാരുമെല്ലാം ഇതിന്റെ ഗുണഭോക്താക്കളാണ്. ആദ്യം 10,000 രൂപയും ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ 20,000-വും തുടർന്ന് 50,000-വും ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ലോട്ടറി വിൽപ്പനക്കാരനായ കണ്ണൂർ പൊടിക്കുണ്ടിലെ വിനോദിന് വികസിത് ഭാരത് സങ്കല്പയാത്രാ വേളയിലാണ് 10,000 രൂപ വായ്പ ലഭിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു പൈസ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. സാനിധി പദ്ധതിയിലൂടെ ഒരു 10,000 രൂപ വികസിത സങ്കല്പയാത്രയിലൂടെ അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പൈസ കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ലോട്ടറി എടുക്കണേ തന്നെ 5,000 രൂപയോളം അത്യാവശ്യമാണ്. അപ്പോൾ ആ പൈസ നമുക്ക് ഈ പദ്ധതിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നു മുതൽ 3 ദിവസം ഗുജറാത്ത് സന്ദർശിക്കും. നാളെ രാവിലെ ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് പ്രമുഖ ആഗോള കോർപ്പറേഷനുകളുടെ CEOമാരുമായി കൂടിക്കാഴ്ചയും നടത്തും. ഉച്ചകഴിഞ്ഞ് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ട്രേഡ് ഷോ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ രാവിലെ ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ പ്രധാനമന്ത്രി വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിനെ തുടർന്ന് മാലദ്വീപ് ഗവൺമെന്റ് 3 ഉപമന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും മാലദ്വീപ് ഗവൺമെന്റിന്റെ വീക്ഷണങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ തെറ്റ് ചെയ്ത മന്ത്രിമാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രങ്ങളായ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ മെഗാ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കും. കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് മെഗാ കോൺക്ലേവ്. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ NCDCയുമായി ചേർന്ന് സഹകരണ മന്ത്രാലയമാണ് മെഗാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, സഹകരണ വകുപ്പ് സെക്രട്ടറിമാർ, സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സഹകരണ സംഘ രജിസ്ട്രാർമാർ, ജനൌഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഡ്രഗ് ലൈസൻസ് നേടിയ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ ചെയർമാൻമാർ, സെക്രട്ടറിമാർ, ഫാർമസിസ്റ്റുകൾ എന്നിവരാണ് മെഗാ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. പൊതുവിപണിയിൽ ലഭ്യമായ ബ്രാൻഡഡ് മരുന്നുകളേക്കാൾ 50 മുതൽ 90% വരെ വിലക്കുറവിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രങ്ങൾ മുഖേന പൊതുജന നൽകുന്നുണ്ട്. 2000-ലധികം തരം ജനറിക് മരുന്നുകളും 300ഓളം ശസ്ത്രക്രിയാ ഇനങ്ങളും ഈ കേന്ദ്രങ്ങളിലൂടെ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. ഇന്ത്യയും സൌദി അറേബ്യയും ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഒപ്പുവച്ചു. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സൌദി ഹജ്ജ് ഉംറ കാര്യമന്ത്രി ഡോക്ടർ തൌഫീഖ് ബിൻ ഫൌസാൻ അൽ റബിയ, കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി സ്മൃതി ഇറാനി എന്നിവരാണ് കരാറിൽ ഒപ്പുവച്ചത്. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ, ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ ഖാൻ, കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം, ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സൌദി ഹജ്ജ് ഉംറ കാര്യ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയിൽ നിന്നെത്തുന്ന മുഴുവൻ തീർത്ഥാടകരുടെയും സമഗ്രമായ ക്ഷേമം ഉറപ്പാക്കി മെഡിക്കൽ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പദ്ധതികൾ ചർച്ച ചെയ്തതായി സ്മൃതി ഇറാനി എക്സ്പോസ്റ്റിൽ അറിയിച്ചു.
ISROയുടെ ഗഗൻയാൻ ദൌത്യം അടുത്ത വർഷം വിക്ഷേപിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. 3-അംഗ സംഘത്തെ 400 കിലോമീറ്റർ ഭ്രമണപഥത്തിലെത്തിച്ച് മനുഷ്യ ബഹിരാകാശ യാത്രയുടെ കഴിവ് തെളിയിക്കുന്നതാണ് ഗഗൻയാൻ പദ്ധതി. 3 ദിവസത്തെ ദൌത്യം പൂർത്തിയാക്കി അവരെ സുരക്ഷിതമായി ഇന്ത്യയിലെ സമുദ്രത്തിലിറക്കി ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരികെ കൊണ്ടുവരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വർഷം ഗഗൻയാൻ മിഷന് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊല്ലത്ത് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴാനിരിക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. കലോത്സവത്തിന്റെ 2ാം ദിനം മുതൽ സ്വർണ്ണക്കപ്പിനായി കുതിച്ച കണ്ണൂരിനെ പിന്തള്ളി ഇന്നലെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അവസാന നിമിഷം നിലവിൽ ചാമ്പ്യന്മാരായ കോഴിക്കോട് 896 പോയിന്റുകളുമായി മുന്നിലെത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. കണ്ണൂരിന് 892 പോയിന്റുണ്ട്. 858 പോയിന്റുകളുമായി പാലക്കാടാണ് 3ാം സ്ഥാനത്ത്. സ്കൂളുകളിൽ 234 പോയിന്റുകളുമായി പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടം നിലനിർത്തുമെന്ന് ഉറപ്പായി. അറബിക് കലോത്സവത്തിൽ മലപ്പുറവും കണ്ണൂരും ഒപ്പത്തിനൊപ്പം 1ാം സ്ഥാനത്തിനായി പൊരുതുമ്പോൾ സംസ്കൃതോത്സവത്തിൽ കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകൾ സമനിലയിൽ ലീഡിനായി കടുത്ത മത്സരത്തിലാണ്. സമാപന ദിവസമായ ഇന്ന് 10 ഇനങ്ങളിലാണ് മത്സരം. വൈകിട്ട് പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്ത് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി V ശിവൻകുട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കോഴിക്കോട് ഗോദീശ്വരം ബീച്ചിൽ സർഫിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് അറിയിച്ചു. ബീച്ചിലെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റ് ഗോദീശ്വരം ബീച്ചിലാണ് ആദ്യമായി സർഫിംഗ് സ്കൂൾ ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിനടുത്ത് തിരയിൽപ്പെട്ട് യുവാവ് മുങ്ങി മരിച്ചു. കാഞ്ഞിരോട് കോട്ടാണിച്ചേരിയിലെ മുനീസാണ് മരിച്ചത്. കൂടെ മുങ്ങിപ്പോയ സുഹൃത്ത് പടന്നോട്ട് തൻസീറിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളി കഴിഞ്ഞ് കടലിൽ കാൽ കഴുകാൻ ഇറങ്ങിയപ്പോഴായിരുന്നു തിരയിൽപ്പെട്ടത്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 6 വിക്കറ്റിന്റെ ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വിജയിച്ചു. നവി മുംബൈയിൽ ഇന്ത്യ ഉയർത്തിയ 131 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 19 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസ് എടുത്തു. നാളെ നടക്കുന്ന 3ാമത്തെയും അവസാനത്തെയും മത്സരം പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കും നിർണായകമാണ്. കാഴ്ചപരിമിതരുടെ ദേശീയ 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് ഇന്ന് കർണാടകയിൽ ആരംഭിക്കും. കേരളം ഉൾപ്പെടെ 16 ടീമുകളാണ് 4 ഗ്രൂപ്പുകളിലായി മത്സരിക്കുന്നത്. കേരളം ഗ്രൂപ്പ് സിയിലാണ്. മറ്റന്നാൾ അവസാനിക്കുന്ന ലീഗ് മത്സരങ്ങളിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 4 കളികൾ വീതം ഉണ്ടാകും. വ്യാഴാഴ്ച സെമിഫൈനലും വെള്ളിയാഴ്ച ഫൈനലും നടക്കും. അഫ്ഗാനിസ്ഥാനെതിരായ 3 മത്സര 2020 പരമ്പരയുടെ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. 2022 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീം സെമിഫൈനലിൽ പുറത്തായ ശേഷം 2020 മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടീമിൽ തിരിച്ചെത്തി. ജിതേഷ് ശർമ്മയും മലയാളി താരം സഞ്ജു സാംസണുമാണ് വിക്കറ്റ് കീപ്പർമാർ. 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരം വ്യാഴാഴ്ച മൊഹാലിയിൽ നടക്കും. ചെന്നൈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ സമാപിച്ച അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാല ചാമ്പ്യന്മാരായി. മംഗളൂരു സർവകലാശാല 2ഉം മദ്രാസ് യൂണിവേഴ്സിറ്റി 3ഉം സ്ഥാനത്തെത്തി. MG സർവകലാശാലയ്ക്കാണ് 4ാം സ്ഥാനം. ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചെസ് പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ VR വിനോദ് തിരൂരിൽ നിർവഹിച്ചു. കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ ഭിന്നശേഷി വിഭാഗങ്ങളെ കൂടി പ്രാപ്തരാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ വീൽചെയറിനെ ആശ്രയിക്കുന്നവർക്കാണ് പരിശീലനം നൽകുന്നതെന്നും തുടർന്ന് പദ്ധതി വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തിരൂർ, കുറ്റിപ്പുറം, മലപ്പുറം, പെരിന്തൽമണ്ണ, മഞ്ചേരി, നിലമ്പൂർ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ട പരിശീലന പരിപാടികൾ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കല്പയാത്ര ഗുണഭോക്താക്കളുമായി ഉച്ചയ്ക്ക് 12:30 സംവദിക്കും. ഇന്ത്യയും സൌദി അറേബ്യയും ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രങ്ങളായ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ മെഗാ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ. ISROയുടെ ഗഗൻയാൻ ദൌത്യം അടുത്ത വർഷമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴാനിരിക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. കണ്ണൂരിനെ പിന്തള്ളി കോഴിക്കോട് മുന്നിൽ. ഇന്ത്യക്കെതിരായ 2ാം വനിതാ 2020 ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് 6 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.